ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് നമ്മുടെ ജീവിത നിലവാരങ്ങൾ അസാധാരണമായ വിടുതലിനും ആശ്വാസത്തിനും കാരണമാകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന ദൈവം ആഴമായി ഇടപെടുന്നൊരു പകലായി തീരുവാൻ ഇടയാകട്ടെ. 21 സങ്കീർത്തനം 2 വാക്യം, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊടുന്ന ദൂത് അതിനകത്തുനിന്ന് ദൈവം നിഷേധിച്ചില്ല. അധരങ്ങളുടെ യാചന ദൈവം നിഷേധിച്ചില്ല. നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, അതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാനും അറിയുന്നതും മറ്റാരുമല്ല, നമ്മുടെ ദൈവം തന്നെയാണ്. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ ഉളവാക്കുക, ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ സൃഷ്ടിക്കുക. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ നമ്മെ ആശ്രയിച്ചല്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ആ വാക്യത്തിൽ നമ്മൾ തെളിയിച്ചു തരുന്ന പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന ദൂത് നമ്മുടെ പ്രാപ്തിക്കും കഴിവിനും അനുസരിച്ചല്ല നമ്മുടെ ആഗ്രഹങ്ങൾ ജീവിത തലങ്ങളിൽ സഫലമാകുന്നത്. ആ വാക്യം വ്യക്തമാക്കുന്നു, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ മേഖലകളിൽ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചയിൽ, ജീവിതത്തിൻ്റെ ദർശനങ്ങളിൽ സകലതും സമ്പൂർണമായി നിവൃത്തിയാകുന്നത്, അവർ മേൽക്കുമേൽ ഉയർത്തപ്പെടുവാൻ കാരണമായി തീരുന്നത്, മേൽക്കുമേൽ ജീവിതത്തിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസവും വരുവാൻ കാരണമാകുന്നത് ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം, അതവരുടെ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ ആഴമായി നിലനിൽക്കുന്ന സാഹചര്യത്തിന് നടുവിൽ അവരുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയുക, ദൈവത്തെ അത് അറിയിക്കുക. അതുകൊണ്ട് വചനം പറയുന്നു, അധരങ്ങളുടെ യാചന ദൈവം നിഷേധിച്ചില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി അതിനകത്തുനിന്ന് ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, പ്രാർത്ഥിച്ചിട്ടും കാലങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ വിഷയത്തിനൊരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാനത് ആ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കണോ? ഇനി ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ആ വിഷയത്തിനായിട്ട് ഉപവസിക്കണോ? എൻ്റെ ദൈവത്തോട് ഞാൻ ആ വിഷയം ഇനി പറയണോ? ഈ പ്രകാരം സംശയത്തിൻ്റെ ആ തലത്തിൽ നിന്നുകൊണ്ട് ഈ പകലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. അധരങ്ങളുടെ യാചന ദൈവം നിഷേധിച്ചിട്ടില്ല. കാലതാമസങ്ങൾ നേരിട്ടു, സംവത്സരങ്ങൾ കടന്നുപോയിട്ടുണ്ട്, സമയങ്ങൾ കടന്നുപോയിട്ടുണ്ട്, എന്നാൽ കർത്താവത് നിഷേധിച്ചിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, വചനശക്തവും ആഴമായി ഇന്ന് പകൽ ഏറ്റെടുക്കട്ടെ. ജീവിതത്തിൻ്റെ തലങ്ങളിൽ അസാധാരണമായ മാറ്റങ്ങൾ, ജീവിതത്തിൻ്റെ മേഖലകളിൽ അസാധാരണമായ ദൈവിക ഇടപെടലുകൾ ഇതാ സംഭവിക്കാൻ പോവാ. ഒരു ദൈവവൈദ്യനെ ദൈവം സഹായിക്കുന്നത്, ഒരു ദൈവവൈദ്യനെ ദൈവം അനുഗ്രഹിക്കുന്നത് ആദ്യം അവൻ്റെ ഹൃദയത്തിൽ ചില ആഗ്രഹങ്ങൾ പകരുക, ആഗ്രഹങ്ങൾ കൊടുക്കുക. ആ ആഗ്രഹങ്ങൾ അല്പം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ ആവശ്യങ്ങളായിട്ട് മാറുക, നമ്മുടെ ആവശ്യങ്ങളായിട്ടത് മാറുക. ദൈവത്തിൻ്റെ പൈതലേ, ആ ആവശ്യങ്ങളിൽ ദൈവത്തോട് പറയും, ആ ആവശ്യങ്ങളിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തോ, ദൈവത്തോടത് അപേക്ഷിക്കും. നിശ്ചയവ അത് സഫലമാകുന്ന നിലയിൽ ഒരിക്കലും അത് നിഷ്ഫലമായി പോകാതെ വണ്ണം അതിൻ്റെ സാധ്യതകളെ തെളിയിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ ഭുജം ഇതാ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തു തരാൻ പോകുന്നു. വചനം പറയുന്നു, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. നൽകുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുക, പ്രവർത്തിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുക. ദൈവത്തിൻ്റെ ശക്തമായ ദൂത് ദൈവത്തിൻ്റെ പൈതലേ നൽകി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം എനിക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന ആ ഒരു ജീവിതാനുഭവം, ആ തലങ്ങളിലേക്ക് അവസ്ഥ മാറാൻ പോകുന്നു. സ്ഥിതി ദൈവം മാറ്റാൻ പോകുന്നു.
ദൈവം അധരങ്ങളുടെ യാചന നിഷേധിച്ചില്ല. ദൈവത്തിൻ്റെ വൈതലെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് ആ യാചന, ആ അപേക്ഷ ഒരുപക്ഷെ അവിടെ നിന്ന് നിഷേധിച്ച് കാണും, പല പ്രാവട്ടം നിഷേധിച്ച് കാണും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ദൂത് പറയുന്നു, ദൈവം നിഷേധിച്ചിട്ടില്ല. ആരൊക്കെ നിഷേധിച്ചാലും, ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും, എത്ര മനുഷ്യൻ എഴുന്നേറ്റ് അതിനെതിരായി നിന്നാലും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ദൈവം നിഷേധിച്ചിട്ടില്ല. യാചിക്കുവാൻ തയ്യാറാണോ? കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കാൻ തയ്യാറാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത ദൈവത്തിൻ്റെ വൈതലെ ആഗ്രഹത്തെ ദൈവം നൽകുന്ന സമയ, ആഗ്രഹത്തെ ദൈവം മാനിക്കുന്ന സമയ, ആ നിലയിലാണ് ദൈവത്തിൻ്റെ കരമിറങ്ങുന്നു. ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. അധരങ്ങളുടെ യാചന ദൈവം നിഷേധിച്ചിട്ടില്ല. അത് നൽകിയെന്ന് പറയത്തക്ക നിലയിൽ, ലഭിച്ചുവെന്ന് പറയത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ സ്വർഗവിധ തിരിക്കാൻ പോകുന്നു. കർത്താവ് സഹായിക്കുക, ദൈവം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവെ അങ്ങറിയുന്നു. അങ്ങത് നിഷേധിക്കാതെ, അത് തള്ളിക്കളയാതെ ഈ ദിവസങ്ങളിൽ അതിൻ്റെ നിവൃത്തി, അതിൻ്റെ പൂർത്തീകരണം സ്വർഗം തന്നെ വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.